കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കേരളത്തിൽ വർഗീയമായ ചേരിതിരിവുണ്ടാക്കാനും ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കാനുമുള്ള ശ്രമം നടത്തുകയാണ്. വാസ്തവത്തിൽ ഇന്ന് കേരളത്തിൽ നടക്കുന്നത് എന്താണ്? മതപരമായി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നരേന്ദ്രമോദി നടത്തുന്ന ശ്രമത്തിന് ഒപ്പം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുകയാണ്. ആരാണ് ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. താൻ തന്നെ ഒന്നാം സ്ഥാനത്ത് എത്തണമെന്നുള്ള വാശിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്കുള്ളത്. BJPയെയും CPMനെയും പരസ്പരം പാലൂട്ടുന്ന ശത്രുക്കളാണ് എന്നാണ് ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ആ വിശേഷം ഞാനൊന്ന് മാറ്റുകയാണ്. പരസ്പരം പരിപോഷിപ്പിക്കുന്ന ഒക്കച്ചങ്ങാതിമാരായിട്ടാണ് നമുക്കവരെ കാണാൻ കഴിയുന്നത്. BJPക്ക് പറയാൻ കഴിയാത്തത് മുഖ്യമന്ത്രി പറയുന്നു, മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയാത്തത് BJP പറയുന്നു. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വർഗീയ ധ്രുവീകരണം എന്നുള്ളത് ജനങ്ങൾക്ക് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണേണ്ടത് 2016 മുതൽ കേരളത്തിൽ BJPക്ക് കളം പിടിക്കാൻ അവസരം കൊടുത്ത മുഖ്യമന്ത്രിയാണ് ഇവിടെ ഭരിക്കുന്നത്. തൃശൂർ ലോക്സഭാ സീറ്റിൽ സുരേഷ് ഗോപി വിജയിച്ചത് CPMന്റെയും ഇടതുമുന്നണിയുടെയും സഹായത്തോടെയായിരുന്നു. അത് കഴിഞ്ഞ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത് ഒന്ന് CPMന്റെ ഭരണത്തിലുണ്ടായ ഗുരുതരമായ അഴിമതിയും കൊള്ളയും കൊണ്ടാണ്. രണ്ട്, BJP ജയിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുത്തത് CPM തന്നെയായിരുന്നു. ഇനിയും BJPക്ക് കുറച്ച് MLAമാരെ കൂടി കൊടുത്ത് താൻ വിശ്രമിക്കുകയുള്ളൂ എന്നുള്ള നിലയിലാണ് മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം. നരേന്ദ്രമോദി എന്താഗ്രഹിക്കുന്നു അത് നടപ്പാക്കുകയാണ് പിണറായി വിജയന്റെ ദൗത്യം എന്ന മട്ടിലാണ് അദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദൻ പറഞ്ഞു, ഞങ്ങൾ RSSുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന്. അദ്ദേഹത്തിൻ്റെ ആ പരസ്യ സമ്മതം വിവാദമായ ഒന്നായിരുന്നു. CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ വ്യക്തിയാണ് ഈ പ്രസ്താവന നടത്തിയത് എന്ന് നമ്മൾ ഓർക്കണം. ഉടൻ തന്നെ BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ K രാമൻപിള്ള അത് ശരിവെക്കുകയും ചെയ്തു. BJPയും RSSുമായി CPMനുള്ള വർഷങ്ങളുടെ ബന്ധമായിരുന്നു നിലമ്പൂരിലെ MV ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസ്താവനയിലൂടെ തുറന്നു പറഞ്ഞത്. കോൺഗ്രസിനെ നേരിടാൻ, കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ എല്ലാ കാലത്തും CPMന്റെ പിന്തുണ, CPM BJPയുടെ പിന്തുണ തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്ര വസ്തുത. 1977 കൂത്തുപറമ്പിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ, സംസ്ഥാന നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കൂത്തുപറമ്പിൽ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മത്സരിച്ചത്. അന്ന് BJP ഇല്ല, ജനസംഘത്തിൻ്റെയും RSSന്റെയും വോട്ട് കിട്ടിയത് കൊണ്ടാണ് 5000 വോട്ടിന് കൂത്തുപറമ്പിൽ നിന്ന് അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വിജയിച്ചത്. ഉദുമയിൽ KG മാരാർക്ക് വേണ്ടി CPMന്റെ പ്രവർത്തകന്മാർ പ്രവർത്തിച്ചതും വോട്ട് ചെയ്തതും നമ്മളാരും മറന്നിട്ടില്ല. പാലക്കാട് ശിവദാസ മേനോന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം ഉദ്ഘാടനം ചെയ്തത് മുൻ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയായിരുന്ന LK അദ്വാനിയായിരുന്നു. 1977ലും 1989ലും കേന്ദ്രത്തിൽ 2 കോൺഗ്രസ് വിരുദ്ധ സർക്കാരുകളെ പ്രതിഷ്ഠിച്ചതിന്റെ പിന്നിൽ CPMന്റെ ശക്തമായ പിന്തുണയും സഹായവും ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് RSSന്റെ രാഷ്ട്രീയ രൂപമായി ജനസംഘവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ CPM തീരുമാനിച്ചു. അങ്ങനെ ഒരു കൂട്ടുകെട്ടുണ്ടാക്കിയതിനെ തുടർന്നാണ് അഖിലേന്ത്യാ സെക്രട്ടറിയായ P സുന്ദരയ്യ പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെച്ചത്. പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം തുറന്നു പറഞ്ഞു, RSSുമായും BJPയും ജനസംഘവുമായിട്ടുള്ള കൂട്ടുകെട്ട് CPMന്
ഗുണകരമല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ രാജിക്കത്തിൽ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരു മുറിവുണ്ടായാൽ ആ മുറിവ് ഉണക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മാറാട് ഒരു മുറിവാണ്. കേരളത്തിലുണ്ടായ ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സംഭവമായിരുന്നു. ആ മുറിവിൽ വീണ്ടും വീണ്ടും മുളക് തേക്കുന്ന ജോലിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.